ലോകത്ത് ക്രൈസ്തവ രക്തസാക്ഷികൾ അനുദിനം വർദ്ധിച്ചു വരുന്നു. ക്രിസ്തീയ ആശയങ്ങളുമായി സംവദിക്കുന്നതിന് പകരം ഇല്ലായ്മ ചെയ്യുവാനാണ് ശ്രമം. ഇസ്ലാമിക രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും എന്തിന് അമേരിക്കയിൽ പോലും സുവിശേഷ പ്രവർത്തകർ രക്തസാക്ഷികളായി മാറുന്നു. ഇന്നേക്ക് 34 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്തിന് സമീപം ഒരു പെന്തിക്കോസ്ത് പാസ്റ്ററെ സുവിശേഷ വിരോധികൾ ആക്രമിച്ച് കൊലപ്പെടുത്തി. ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന കുലശേഖരം പോലൊരു സ്ഥലത്തെ ഈ ക്രൂര ചെയ്തി അക്കാലത്ത് ക്രൈസ്തവരിൽ, പ്രത്യേകിച്ച് പെന്തിക്കോസ്തുകാരിൽ ഞെട്ടലുളവാക്കുന്നതായിരുന്നു. ഈ സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡത്തിനടുത്തുള്ള ചെരുപ്പാലൂർ എന്ന ഗ്രാമത്തിലാണ്. ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മാർത്താണ്ഡത്തിനും കുലശേഖരത്തിനും ഇടയിലാണ്. പ്രകൃതി മനോഹരമായ ഈ ഗ്രാമത്തിൽ കർഷകരും തൊഴിലാളികളുമാണ് ഏറെയും. ക്രൈസ്തവരും ഹൈന്ദവരും തിങ്ങിപ്പാർക്കുന്ന ഇവിടെ പെന്തക്കോസ്ത് CSI സഭകളാണ് ക്രൈസ്തവ സഭകളിൽ മുഖ്യം. ചെരുപ്പാലൂരിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം ദൂരത്തിലാണ് ആദി പെന്തക്കോസ്ത് ദൈവസഭയുടെ ആസ്ഥാനം. ദേശത്തെ നടുക്കിയ ആ സുവിശേഷകൻ്റെ കൊലപാതകത്തിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. 1991 സെപ്റ്റംബർ 15 ഒരു സുപ്രഭാതം. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അവിടുത്തെ പ്രശസ്തമായ പെന്തിക്കോസ്ത് സഭകളിലൊന്നാണ് ഫുൾ ഗോസ്പൽ പെന്തിക്കോസ്റ്റൽ ചർച്ച്. മാത്തൂരിലാണ് ആ സഭയുള്ളത്. പാസ്റ്റർ സെൽവരാജും കുടുംബവും ആരാധനയ്ക്കായി അന്ന് അവിടെയാണ് കൂടിയത്. ആരാധനയ്ക്ക് ശേഷം അദ്ദേഹം പതിവ് പോലെ ഇട്ടകവേലിയിലുള്ള സൺഡേ സ്കൂളിൽ പോയി. അവിടുത്തെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാ ആഴ്ചയിലും ചെയ്യാറുള്ളതുപോലെ സമീപ ഭവനങ്ങളിൽ സുവിശേഷം പറയാനായി കടന്നു ചെന്നു. രോഗശാന്തി ശുശ്രൂഷ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു പാസ്റ്റർ സെൽവരാജ്. ആ ഇടയ്ക്ക് ക്യാൻസർ രോഗം പിടിപെട്ട് വിജയകുമാർ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മൂലം രോഗസൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. പിന്നീട് വിജയകുമാർ സുവിശേഷ പ്രവർത്തകനായി മാറി. ഈ പ്രദേശത്ത് നിന്നും ചിലർ ആ ഇടയ്ക്ക് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ സുവിശേഷ വിരോധികളുടെ നോട്ടപ്പുള്ളികളിൽ ഒരാളായിരുന്നു പാസ്റ്റർ സെൽവരാജ്. നേരത്തെ സുവിശേഷം അറിയിച്ചതിന് എതിർപ്പ് പറഞ്ഞ ഒരു വീട്ടിലേക്ക് അന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ചെല്ലുമെന്ന് പറഞ്ഞിരുന്ന സമയത്തിന് മുമ്പേ ആ വീട്ടിൽ പാസ്റ്റർ സെൽവരാജ് എത്തി. വളരെ നേരം ആ വീട്ടുകാർ അദ്ദേഹത്തെ അവിടെ പിടിച്ചിരുത്തി. വൈകുന്നേരമായപ്പോൾ വയലിനരികിലൂടെയുള്ള ഒറ്റയടി പാതയിലൂടെ അദ്ദേഹം നടന്നു വരുമ്പോൾ ചിലർ സംഘം ചേർന്ന് അദ്ദേഹത്തെ ആക്രമിച്ചു. സമയം വൈകുന്നേരം 7 മണിയോടടുക്കുന്നു. പാസ്റ്റർ സെൽവരാജിൻ്റെ ഭാര്യ ഇതൊന്നും അറിയാതെ സന്ധ്യാപ്രാർത്ഥനയിലായിരുന്നു. പെട്ടെന്ന് അവർക്ക് ഒരു അസ്വസ്ഥത തോന്നി. താൻ ഇതുവരെ കടന്നു പോകാത്ത പരീക്ഷകളിൽ കൂടി കടന്നു പോകും എന്ന് ആത്മാവ് അവർക്ക് വ്യക്തമാക്കി. പെട്ടെന്നവർ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ദൈവമേ, ഇപ്പോൾ തന്നെ വളരെ പ്രതിസന്ധികൾ കൂടി കടക്കുന്നു. ഇനിയും ഒന്നുകൂടി വന്നാൽ അത് താങ്ങാനുള്ള കൃപ നൽകണമേ എന്നവർ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുപാതെ നമ്പി വന്നിടുവേ എന്ന ഗാനത്തിൻ്റെ എന്നെ കൈവിടാ നാഥ എന്ന വരി പാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചില വാക്യശകലങ്ങൾ അവരുടെ മനസ്സിൽ ഓടിയെത്തി. 38-ാം സങ്കീർത്തനമായിരുന്നു അത്. ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരോധികളായി നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു. യഹോവയെ കൈവിടല്ലേ. ഇതേ സമയം സുവിശേഷ വിരോധികൾ പാസ്റ്റർ സെൽവരാജിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ സെൽവരാജിൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവേ ഗേറ്റിലൊരു ശബ്ദം കേട്ടു. ആരോ വിളിക്കുന്നത് പോലെ. സാധാരണ അദ്ദേഹം പ്രാർത്ഥന പകുതിയാകുമ്പോഴാണ് വരാറ്. അവസാന പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിച്ച് കുടുംബ പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ് പതിവ്. ഗേറ്റിലെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹമാണെന്ന് കരുതി. കുറേ നേരം കഴിഞ്ഞ് കാണാതായപ്പോൾ അവർ എഴുന്നേറ്റ് നോക്കി. 2 കുട്ടികളാണ്. അവർ ഗേറ്റിന് മുമ്പിൽ നിന്നുകൊണ്ട് വിളിക്കുന്നു, നിങ്ങളുടെ അപ്പായിക്ക് അടിപറ്റി. അത് കേട്ട് പാസ്റ്ററുടെ ഭാര്യ ബേബി സെൽവരാജും കുട്ടികളും സംഭവ സ്ഥലത്തേക്ക് ഓടി. അപ്പോഴേക്കും അദ്ദേഹത്തെ ട്രക്കറിൽ കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. നേരെ കൊണ്ടുപോയത് കുലശേഖരത്തെ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. എന്നാൽ സംഭവം നടന്നത് തിരുവട്ടാർ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലായതിനാൽ അവിടേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ തിരുവട്ടാർ പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ കൂടെ വന്നവർ പറഞ്ഞു കൊടുത്തത് മരത്തിൽ നിന്ന് വീണതാണെന്നാണ്. പിന്നീട് കുലശേഖരം CSI ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. വീടിന് മുമ്പിൽ കൂടി വണ്ടി പോയപ്പോൾ ട്രക്കർ അവിടെ നിർത്തി
പാസ്റ്ററെ കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ദേഹമാസകലം ചോര. കഴുത്തിൻ്റെ ഭാഗത്തായി കറുത്ത ചോര കട്ട പിടിച്ചിരിക്കുന്നു. എന്തോ ദണ്ടുകൊണ്ടോ കത്തികൊണ്ടോ മറ്റോ ഉണ്ടായ മുറിവായിരിക്കണം അത്. പൂർണ്ണമായി ബോധം നഷ്ടപ്പെടാതിരുന്ന സെൽവരാജിനോട് ഭാര്യ ബേബി ആരാണ് ഈ ക്രൂരത ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. കൈകൊണ്ട് ആംഗ്യം മാത്രം കാണിച്ചു. തിങ്കളാഴ്ചയോടെ ആരോഗ്യസ്ഥിതി വഷളായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ചൊവ്വാഴ്ച അദ്ദേഹം ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടു. പാസ്റ്റർ സെൽവരാജ് മരിച്ചെന്നറിഞ്ഞതോടെ പ്രതികളെല്ലാം മുങ്ങി. ആ പ്രദേശത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികളൊന്നടങ്കം പ്രതിഷേധിച്ചു. വീണ്ടും ഒരു വർഗീയ കലാപത്തിന് തിരികൊളുത്തുമോ എന്നുപോലും കരുതി. സ്ഥലത്തെ ക്രിസ്ത്യൻ സംഘടനകൾ കേസ് ഏറ്റെടുത്ത് നടത്തി. 15 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ വെച്ച് പാസ്റ്റർ സെൽവരാജിന് ഒരു ദർശനം ലഭിച്ചിരുന്നു. ഒരു ഗ്രാമത്തിൽ വെച്ച് സുവിശേഷ വിരോധികളുടെ കൈകളാൽ അദ്ദേഹം രക്തസാക്ഷിയാകും എന്നതായിരുന്നു ആ ദർശനം. ആ ദർശനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു അത്രേ ഈ സംഭവം. കന്യാകുമാരി ജില്ലയിലെ ആദ്യ പെന്തക്കോസ്ത് രക്തസാക്ഷിയായിരുന്നു പാസ്റ്റർ സെൽവരാജ്. അദ്ദേഹത്തിനന്ന് 3 മക്കളുണ്ടായിരുന്നു. കന്യാകുമാരി ജില്ലയിലെ ക്രൈസ്തവ വളർച്ചയ്ക്ക് ഈ രക്തസാക്ഷി മരണം ഊർജം നൽകി എന്ന് പറയാതെ വയ്യ. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്ത് എന്ന് പറഞ്ഞ ആദ്യകാല സഭാപിതാവായ തെർത്തുല്യൻ്റെ വാക്കുകൾ ഇവിടെ ശരിയാവുകയാണ്. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾ നാമമാത്രമായിരുന്നു. ഇതുപോലെയുള്ള നിരവധി പീഡനങ്ങളെ തുടർന്ന് സഭയുടെ വളർച്ച ദ്രുതഗതിയിലായി എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ല. കന്യാകുമാരി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അസംബ്ലീസ് ഓഫ് ഗോഡ്, IPC, കൃപാസനം, ഫുൾ ഗോസ്പൽ പെന്തിക്കോസ്ത് സഭൈ, ആദി പെന്തക്കോസ്ത് ദൈവസഭൈ തുടങ്ങി 150-ലധികം സ്വതന്ത്ര സഭകളും ഇന്ന് കന്യാകുമാരി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ സംഭവം നിങ്ങളുടെ മുന്നിലെത്തിച്ചതിന് പിന്നിൽ ഞങ്ങൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒരു സുവിശേഷകൻ തൻ്റെ ശുശ്രൂഷയുമായി പോകുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ. ആ വെല്ലുവിളികളെ നേരിടുവാൻ അവർക്ക് ധൈര്യം പകരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. ഇന്ത്യയിലെ മാറി വരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഓരോ സുവിശേഷകനെയും ഓർത്ത് പ്രാർത്ഥിക്കുക എന്നത് യഥാർത്ഥ വിശ്വാസിയുടെ കടമയാണ്. ആ കടമ നമുക്ക് മറക്കാതിരിക്കാം. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.